എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കീഴിലേക്ക് എല്ലാവർക്കും സ്വാഗതം. യെസ്, എന്റർടൈൻമെന്റ് കിഴി റിയാക്ഷനാണ്. ഭയങ്കര സന്തോഷം നൽകുന്ന ഒരു ന്യൂസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ മമ്മൂക്ക രാജാവ് തിരിച്ചെത്താൻ പോകുന്നു. കേട്ടപ്പോൾ തന്നെ മനസ്സിന് ഭയങ്കര ഹാപ്പി കേട്ടോ. എന്താ പറയാ, അതിനൊരു അളവ് പോലും വെച്ച് നമുക്ക് പറയാൻ പറ്റില്ല. സത്യം, എന്തൊക്കെയോ ഒരു ഫീലാണ്. എന്താ ഭയങ്കര എന്താ പറയാ, എങ്ങനെ പറയാത്. അതായത് എല്ലാവരും ഇമോഷണൽ ആയിട്ടുണ്ട്. സോഷ്യൽ മീഡിയ മമ്മൂക്ക ഇതാ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചന കിട്ടിയിട്ടുള്ളൂ. അതിനു മുൻപേ കത്തി എല്ലാവർക്കും അത് തന്നെ. സത്യത്തിൽ അതായത് ഒരു 5-6 മാസമായിട്ട് ആളുടെ ഒരു ശൂന്യത ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. ആള് അങ്ങ് വിട്ടുപോയിട്ടൊന്നുമില്ല. പക്ഷേ ചില ന്യൂസുകൾ വരുന്നു, അതിലൂടെ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള ഒരു ഭയം. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആൾക്കാർ കൂടെ നിൽക്കുന്നു. ചിലരൊക്കെ, വളരെ കുറച്ച് ആൾക്കാർ നെഗറ്റീവായിട്ടും വന്നിട്ടുണ്ടായിരുന്നു, വളരെ മോശമായ രീതിയിൽ. അത് എന്നാലും എനിക്ക് തോന്നുന്നു മലയാളികൾ ഇങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാർ കുറച്ച് ചുരുക്കം ആൾക്കാരെ ഉണ്ടാവുള്ളൂ. അതിൽ പെടുന്ന ഒരാളാണ് മമ്മൂക്ക. എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ടെന്നുള്ളത് ഈ കുറച്ച് നേരം ഉണ്ടല്ലോ, ഒരു മണിക്കൂറുകൾക്ക് മുന്നേ നമുക്കത് മനസ്സിലായി. മമ്മൂക്ക ഇല്ലാത്തതിൻ്റെ ഒരു വിഷമം അത് നന്നായിട്ട് നമുക്കൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഇപ്പം ഇന്ന് കേട്ട ന്യൂസ് അങ്ങ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങോട്ട് മാറി. എല്ലാരും അത് സോഷ്യൽ മീഡിയ കത്തുക എന്നൊക്കെ പറയുമല്ലോ, എല്ലാവരും ആവേശത്തിലായിപ്പോ. ശരിക്കും ഭയങ്കര ആവേശം. ഇനി ആളൊന്ന് വന്ന് കിട്ടിയാൽ മതി, ഇനി ഇങ്ങോട്ടൊന്ന് എത്തിയാൽ മതി. അതെ, ആ കാല് കുത്തുന്ന സമയത്ത് നമ്മളത് ഒന്നുകൂടെ ശരിക്കും അറിയും. അപ്പോഴാണ് ഒന്നുകൂടി ബ്ലാസ്റ്റ് ചെയ്യാൻ പോകുന്നത്. എന്താണ് സ്നേഹം കൊണ്ടുള്ള ഒരു പൊട്ടിത്തെറി ഉണ്ടല്ലോ, ആ സംഭവം. എന്തായാലും ആദ്യം നമുക്കിതിൻ്റെ നാൾ വഴികളിലേക്ക് കിടക്കാം. തീർച്ചയായിട്ടും. അതായത് സോഷ്യൽ മീഡിയയിലും പിന്നെ ന്യൂസുകളിലും ഒക്കെ ഇത് വരുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഏതാണ്ട് സംഭവങ്ങളൊക്കെ അറിഞ്ഞതാണ്. അതായത് എന്താണ് അവസ്ഥ, എന്താണ് ചില കാര്യങ്ങൾ എന്നുള്ളതൊക്കെ നമുക്കറിയാമായിരുന്നു. നമ്മളിപ്പോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് ദുൽഖർ, സുറുമി, പിന്നെ മമ്മൂക്ക, പിന്നെ സുൽഫിത്ത, ഇവരൊക്കെ ഒരുമിച്ച് ഒരു യാത്ര പോകുന്നതായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു, എയർപോർട്ടിൽ നിന്നുള്ള. അത് നമ്മൾ റിയാക്ഷൻ ചെയ്തിട്ട് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ആ പോക്ക്, അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ധാരണ ഉണ്ടായിരുന്നു, എന്താണ് ആ പോക്ക് എന്നുള്ളത്, എന്താണെന്നൊക്കെ നമുക്കറിയാം. അന്ന് നമ്മൾ വേദനയോടെയാണ് വേറെ കാര്യങ്ങൾ പറഞ്ഞ് നമ്മൾ വീഡിയോ ഇട്ടത്. സത്യം, നമുക്കറിയാം ഒരു വലിയൊരു കാര്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ പൂർണ്ണ ആരോഗ്യവാനായിട്ട് ആൾ തിരിച്ചെത്തണം, അതിനുള്ള പ്രാർത്ഥന ഞങ്ങൾ അന്ന് തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു പൂർണ്ണതയിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളത് ഭയങ്കര സന്തോഷം നൽകുന്നു. ഇന്ന് അറിഞ്ഞ ന്യൂസുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ഹാപ്പിയായിട്ട്. അതെ, അന്ന് മുതൽ നമ്മൾ ചുമക്കുന്ന ആ ഒരു ഭാരം, അതിന് എന്തൊരു അയവ് വന്നതുപോലെ ഫീൽ ചെയ്യുന്നു, ഒരു ആശ്വാസം ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, എന്തായാലും ആദ്യം ആൻഡോ ജോസഫ് ആദ്യം ഒരു പോസ്റ്റ് ഇടുകയാണ്. അതിലൂടെ തന്നെ എല്ലാവർക്കും സന്തോഷമായി. കത്തി, അതെ, അവിടെയാണ് തിരി കൊളുത്തിയത് ആൻഡോ ജോസഫാണ്. ലോകമെമ്പാടുമുള്ള ഒരുപാട് പേരുടെ പ്രാർത്ഥനയ്ക്ക് ഫലം കണ്ടു, ദൈവമേ നന്ദി നന്ദി നന്ദി. എന്തായാലും ഇതിലൂടെ തന്നെ ഭയങ്കരമായിട്ട് അങ്ങ് ചർച്ചയായി. അത് ന്യൂസ് ചാനലുകളും എല്ലായിടത്തും പിന്നെ ഫുള്ള് ചർച്ച ഇതിനെക്കുറിച്ച് മാത്രമാണ്. ശരിക്കും പലരുടെയും ഉള്ളിലുണ്ടായിരുന്ന ചോദ്യത്തിനും എല്ലാത്തിനുള്ള ഒരു ഉത്തരവാണ്. ആ ഉത്തരം കിട്ടുമ്പോൾ ആ ഉത്തരം കിട്ടുന്നതോട് കൂടെ തന്നെ അതിൻ്റെ കൂടെ കിട്ടുന്ന ഒരു സന്തോഷം കൂടി ഉണ്ടല്ലോ, അതാണ് പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്ക ഉടനടി എത്തും. പിന്നെ ഒരു കാര്യങ്ങൾക്കും ഒരു മാറ്റമല്ല. അതായത് MMN പേട്രിയോട്ട്, ആ സിനിമയിൽ നിന്ന് നായകൻ മമ്മൂക്ക ആയിരിക്കൂല, വേറുള്ളവർക്ക് മറിച്ചു കൊടുത്തു എന്നുള്ള രീതിയിലൊക്കെ പലതരം കിംവദന്തികളുണ്ടായിരുന്നു. അതൊന്നും ശരിയല്ല, മമ്മൂക്ക തന്നെ നായകനായിട്ട് വരും. എന്തായാലും കാത്തിരിപ്പിനും പ്രാർത്ഥനകൾക്കും ഫലം നൽകി നായകൻ വരുന്നു എന്നാണ് ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. മമ്മൂക്ക തിരിച്ചു വരിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആഘോഷം തന്നെയാണ് അത്. അതെ, കാരണം അത് നമ്മുടെ മലയാള സിനിമക്ക് 2 തൂണുള്ളത്. അതാണ്, അതിലൊരു തൂണ് പോയി കഴിഞ്ഞാൽ നമ്മുടെ മലയാള സിനിമ അങ്ങനെ ചെരിഞ്ഞിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ ആ തൂണ് അവിടെ തിരിച്ചു വരുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മലയാള സിനിമ ആ ശക്തിയോടെ തന്നെ ശരിക്കും നിവർന്നു നിൽക്കുന്നു, നെട്ടലിൽ നിവർത്തി നിൽക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ സൂചനയാണ്. ആ തൂണ് തിരിച്ചു വരുന്നു എന്നുള്ളതല്ല, ആ തൂണ് എങ്ങോട്ടും പോയിട്ടില്ല എന്നുള്ള, ആ തൂണ് അവിടെ തന്നെ ഉണ്ട് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലോട്ട് വരുന്നത്. പിന്നെ ജോർജേട്ടൻ ഇട്ട ഒരു പോസ്റ്റ് ഉണ്ട്, സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകളോടെ കൈകൂപ്പി നിങ്ങളുടെ മുന്നിൽ ഞാൻ നിൽക്കുന്നു, പ്രാർത്ഥിച്ചവർക്കും കൂടെ നിന്നവർക്കും ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചവർക്കും പറഞ്ഞാൽ തീരാത്ത സ്നേഹത്തോടെ പ്രിയപ്പെട്ടവരെ നന്ദി.
കൈകൂപ്പി നിൽക്കുന്ന മമ്മൂക്കയുടെ ചിത്രമാണ് പങ്കുവച്ചിരിക്കുന്നത്. ശരിക്കും മമ്മൂക്ക പറയാൻ ആഗ്രഹിച്ച സാധനം അതെ 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 ജോർജ് ചേട്ടന്റെ വായിലൂടെ അല്ലെ ജോർജ് ചേട്ടന്റെ എഴുത്തിലൂടെ വന്നു എന്ന് വിചാരിക്കാം. ഒരു പോസ്റ്റ് ഉണ്ട്, അതായത് ഇത് പുറംലോകം അറിയാൻ കാരണമായ ഒരു ആളിൽ നിന്ന് വന്നതാണെന്ന് തോന്നുന്നു, നമുക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. പക്ഷെ ആ പോസ്റ്റ് ഇതാണ്: ഇന്ന് രാവിലെ 11:15 മമ്മൂക്കയെ കൊണ്ട് എറണാകുളം കരയോഗത്തിൻ്റെ ശതാബ്ദി പതിപ്പിലേക്ക് ഒരു ചെറിയ കുറിപ്പ് എഴുതിക്കുന്നതിന് ഞാൻ മമ്മൂക്കയുടെ ഒപ്പമുള്ള നസീറിനെ വാട്സപ്പ് വഴി ബന്ധപ്പെട്ടത്. 11:37 മുഹമ്മദ് നസീർ തിരിച്ചു വിളിച്ചു: ചേട്ടാ, മമ്മൂക്കയുടെ എല്ലാ ടെസ്റ്റുകളും ഇന്ന് കഴിഞ്ഞു. മമ്മൂക്ക പൂർണ്ണമായും രോഗവിമുക്തനായി. എൻഡോസ്കോപ്പിയുടെ റിസൾട്ടാണ് അവസാനം കിട്ടിയത്, അതും 100% ഓക്കെ. ഇതിൽ പരം സന്തോഷകരമായ വാർത്ത എന്താണുള്ളത്? കുറച്ചു മുൻപ് മനോരമ ചാനലിൽ നിന്ന് വിളിച്ചപ്പോൾ ഞാൻ ആ കാര്യം മുഴുവനും പറയുകയും ചെയ്തു. റിട്ടേൺ ഓഫ് ദ ഡ്രാഗൺ എന്നാണ് ഞാൻ നസീർ പറഞ്ഞത്. എന്താലേ കിടിലൻ. അതായത് ഇപ്പം ഏകദേശമൊക്കെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും എന്തായിരിക്കും അസുഖം അല്ലെങ്കിൽ എന്തായിരുന്നു. കാരണം ആ ടെസ്റ്റുകൾ ഏതൊക്കെ ടെസ്റ്റുകളാണ് ചെയ്യണമെന്നുള്ളതിൻ്റെ ഇത് വരുമ്പോൾ തന്നെ അറിയാം. എന്താണെങ്കിലും അത് 100% വിമുക്തനായി എന്ന് പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമേ. ഇത് ഒരു വലിയ ടെസ്റ്റായിരുന്നു. അതായത് ഇത് മമ്മൂക്ക ഉടനടി തിരിച്ചു വരുന്നു എന്നുള്ളതിൻ്റെ സൂചനയല്ല കേട്ടോ, അതുകൂടി പറയാം. കുറച്ച് ദിവസങ്ങൾ കൂടി വെയിറ്റ് ചെയ്യേണ്ടി. അതായത് നമ്മുടെ ഇങ്ങോട്ടെത്താൻ, അതെ, നമ്മുടെ അടുത്തോട്ടെത്താൻ, നമ്മുടെ കിങ്ഡത്തിലേക്ക് കാലെടുത്ത് വെക്കാൻ അതെ സമയമുണ്ട്. പക്ഷെ ഇത് ആളുടെ തിരിച്ചുവരവാണ്. പിന്നെ തിരിച്ചുവരവാണ് ഇവിടെ പറയുന്നത്. തീർച്ചയായിട്ടും. പിന്നെ രാജാവിന് എല്ലാ സ്ഥലവും അയാളുടെ നാട് തന്നെ ആയിരിക്കുമല്ലോ. അല്ല പിന്നെ ഇന്ന സ്ഥലം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ആളെവിടെയാ പോകുന്നത്, അത് അയാളുടെ സാമ്രാജ്യമായിരിക്കും. അതാണ് പൊളി. ഓക്കെ. എന്തായാലും ഒരുപാട് പോസ്റ്റ്, സെലിബ്രിറ്റീസിന്റെ ഒരുപാട് പോസ്റ്റുകൾ ഉണ്ട് കേട്ടോ. വൈശാഖ് സാറിന്റെ പോസ്റ്റ്, വിനായകൻ TG, അനൂപ് മേനോൻ, ജോയ് മാത്യു, സാക്ഷാൽ മോഹൻലാൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് ആളെ കെട്ടിപ്പിടിച്ചിട്ടല്ല, ആ ഉമ്മ കൊടുക്കുന്ന ഒരു ഫോട്ടോ ഉണ്ടായിരുന്നല്ലേ, അതെ. മറ്റുള്ളതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അത്രേ ഉള്ളൂ, ഇതും എടുക്കണം. അതായത് ഇതിലൊന്നുമില്ല, ഒന്നും എഴുതിയിട്ടില്ല, ഒരു സാധനം എഴുത്തില്ല, ഒരു ലവും, പിന്നെ അങ്ങനെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതിന്റെ ആ ഒരു ഇമോജി, ഒരു ഉമ്മ കൊടുക്കുന്നത്, അത് തന്നെ ധാരാളം. ധാരാളം എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അതായത് നമ്മൾ എത്ര ശക്തനാണെങ്കിലും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരമായിട്ട്, അതായത് നമ്മുടെ ശക്തി മറ്റൊരാളും കൂടിയാണ് എന്ന് തിരിച്ചറിയുന്നിടത്തുള്ളൊരു വലുപ്പമുണ്ടല്ലോ, ആ സാധനമാണ് ഇവിടെ വരുന്നത്. പിന്നെ ഇവർ തമ്മിലുള്ള ബന്ധം നമ്മൾ അല്ലെങ്കിൽ ഫാൻസ് കാണുന്ന പോലത്തെ ഒരു ബന്ധമല്ല. അവർ തമ്മിൽ ഭയങ്കരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള ബന്ധമുണ്ട് ഓൾറെഡി. അതെപ്പോഴും കാണിച്ചുകൊണ്ട് നടക്കാൻ പറ്റുന്ന കാര്യമൊന്നുമല്ലല്ലോ. അതെ, ഈ പോസ്റ്റിനകത്ത് അത് നമുക്ക് മനസ്സിലാവും. വന്നതിൽ സന്തോഷം എന്ന് അറിയിച്ചിട്ടുള്ള ഒരു പോസ്റ്റാണ്, പക്ഷെ ഒരു നന്ദി പറച്ചിലോ ഒരു പ്രാർത്ഥനയോ അതിലില്ല. പക്ക അത് നമുക്ക് ഇനി ഒന്നും എനിക്ക് പറയാനില്ല, സ്നേഹം വന്നല്ലോ, എൻ്റെ ആ ഭാഗം വന്നല്ലോ. അതാണ് സിമ്പിൾ ആയിട്ട് പറയുന്നത്. ഇവര് തമ്മിൽ മറ്റുള്ള പ്രാർത്ഥനേന്റെയോ അല്ലെ അതിന്റെ ഒന്നും അല്ല, ഇവർ തമ്മിൽ സ്നേഹം, അതായത് മറ്റുള്ളവരെ കാണിക്കുക എന്നുള്ളതല്ല ആ പോസ്റ്റുള്ളത്. അതെ, മറ്റുള്ളവരോട് പറയാനോ ഒന്നുമില്ല, ആൾക്ക് സന്തോഷമായി. എന്ത് പറയാനാണ് ഇതിൽ കൂടുതൽ? എങ്ങനെയാണ് ഒരാൾ സന്തോഷം പ്രകടിപ്പിക്കേണ്ടത്? അത്രേ ഉള്ളൂ. എന്തായാലും ഒരുപാട് പേര് ഉണ്ട്, ദേവദത്ത് ഷാജി, അജു വർഗീസ്, ആന്റണി വർഗീസ്, പെപ്പെ, ജിതിൻ ലാല്, പിന്നെ സമദ് ട്രൂത്ത്, പിന്നെ ജ്വൽമേരി, മിഥുൻ മാനുവൽ തോമസ്, സാധിക വേണുഗോപാൽ, മനീഷ് നാരായണൻ, ജോഫിൻഡി ജാക്കോ, രഥീന, ഇതൊക്കെ നമ്മളിപ്പോൾ ഇതുവരെ ഈ വീഡിയോ ചെയ്യുന്നത് വരെ ഉള്ളൂ. പിന്നെ നമുക്ക് എല്ലായിടത്തും എത്തിപ്പെടാൻ പറ്റില്ല. പിന്നെ സെലിബ്രിറ്റീസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നുള്ളൂ, ഓരോരുത്തർ അറിഞ്ഞറിഞ്ഞ് വരുന്നു, അതപ്പം തന്നെ അവർ പോസ്റ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ചെയ്യുന്ന സമയം വരെ വന്ന ആൾക്കാരുടെ പേരുകളാണ് ഇപ്പോൾ വായിച്ചിട്ടുള്ളത്. ഇഷ്ടം പോലെ പേര് വരും. കാരണം ചിലരുണ്ടാവും, അതായത് ഞാൻ എന്ത് പറയും എന്നുള്ള ആശയക്കുഴപ്പത്തിൽ നിൽക്കുന്നു, അങ്ങനെ ഇരിക്കുന്ന ആൾക്കാരുണ്ടാവുമായിരിക്കും. ചിലരുണ്ടാവും ആശ്വാസത്തിന്റെ ആ ഒരു നെടുവേർപ്പിട്ടിട്ട് എന്ന് പറയുന്ന നൃത്തം. പിന്നെ തീർച്ചയായിട്ടും ഒഴിഞ്ഞിരിക്കുന്നുണ്ടാവും ഫ്രീ ആയിട്ട്. എന്താണെങ്കിലും ആ കുറച്ച് നാളുകളായിട്ട് ഇല്ലാതിരുന്ന ആ ഒരു ഭാഗം വീണ്ടും പൂർണ്ണമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അവിടെ അത് ആ ഒരു തൂണില്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ തൂണ് അവിടെ തന്നെ ഉണ്ടാവും, ഇപ്പുറത്ത് മറ്റേ തൂണും ഉണ്ടാവും. ഇതിൻ്റെ നടുക്കൂടി നമുക്കിങ്ങനെ പോവാം. അതാണ് മലയാള സിനിമ, അത് അത്ര തന്നെ ഉണ്ടാവുള്ളൂ. എന്താണെങ്കിലും ഒരുപാട് സന്തോഷത്തോടെയാണ് നമ്മളും നിർത്തുകയാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം. ബൈ.